ശബരിമല സന്നിധാനത്ത് അയ്യപ്പനെ കാണാൻ നിരവധി ഭക്തരാണ് എത്തുന്നത്. ഒപ്പം തന്നെ ഈ ഭക്തർക്ക് സഹായവുമായി വിവിധ വകുപ്പുകളും ഇവിടെയുണ്ട്. ഇത്തരത്തിൽ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ഒപ്പം തന്നെ ഈ ഭക്തർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതിനുള്ള വിപുലമായ സൗകര്യങ്ങളും ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മളോടൊപ്പം ഉള്ളത് ഷൈൻ ഡോക്ടറാണ്. ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ ഈ ആയുർവേദ ആശുപത്രിയിൽ സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്? നമ്മൾ മല കയറി വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് പ്രധാനമായിട്ട് ഈ മല കയറി കഴിയുമ്പോൾ ഒരു മസിൽ ക്രാംസ് അതുപോലുള്ള ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അവർ നമ്മളിവിടെ വരികയും നമ്മളിവിടെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റ് സൗകര്യങ്ങളും മെഡിസിനും അതുപോലെ തന്നെ തെറാപ്പി, പഞ്ചകർമ്മ തെറാപ്പിയുള്ള തെറാപ്പി, അമർമ തെറാപ്പി അതും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മസിൽ ക്രാംസ് ഒക്കെ ആകുമ്പോൾ സ്പോർട്സ് ആയുർവേദ എന്നൊരു വിഭാഗത്തിൻ്റെ അതിൻ്റെ സേവനം, അതിൻ്റെ തെറാപ്പിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സർവീസിലുള്ള അയ്യപ്പ നമ്മുടെ പോലീസ് അയ്യപ്പന്മാർ അതുപോലെ തന്നെ പല വിഭാഗങ്ങളിലെ സ്റ്റാഫുകൾ എല്ലാവർക്കും ഒരുപാട് പനിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. പനി, ശ്വാസമുട്ടൽ അങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ കൃത്യമായി നമ്മൾ മെഡിസിൻസ്, ആയുർവേദ മരുന്നുകൾ കൊടുക്കുകയും അവർക്ക് ഇൻഹലേഷനുള്ള സ്റ്റീം ഇൻഹലേഷനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ 18-ാം പടി കയറുമ്പോൾ ഈ അയ്യപ്പന്മാരെ നമ്മൾ പോലീസുകാർ നന്നായി പുള്ളി ചെയ്ത് നമുക്ക് കയറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നിൽക്കുന്ന ഒരുപാട് സ്ട്രെയിനാണ് അവിടെ നിൽക്കുന്നവർക്ക്. അപ്പോൾ അവരൊക്കെ നമ്മളിവിടെ വന്ന് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതുപോലെ മരുന്ന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഒരു മല കയറി വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് പ്രധാനമായി അവരുടെ ഒരു ആരോഗ്യ സംരക്ഷണം എന്നുള്ള രീതിയിൽ മരുന്ന്. പിന്നെ നമുക്കിവിടെ ഏകദേശം 20 സ്റ്റാഫുണ്ട്, 6-7 ഡോക്ടർമാരുണ്ട്. 24 hours നമുക്ക് സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് സമയത്തും നമുക്കിവിടെ വന്ന് ചികിത്സ നേടാനുള്ള സൗകര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ കണ്ടതിപ്പോൾ ക്ലൈമറ്റ് നല്ല തണുപ്പാണ്. കുറേ ജീവനക്കാർ ഈ പറഞ്ഞ പോലെ ആവി പിടിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു. വലിയ ഉപകാരമാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത് അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു തണുപ്പ്, നമ്മൾ ഒരു അനുഭവിക്കുന്ന ക്ലൈമറ്റിനേക്കാൾ ഒരു ചേഞ്ചാണ് ഇവിടെ വരുന്ന. ഇപ്പം അയ്യപ്പ ഭക്തന്മാരാണെങ്കിലും സ്റ്റാഫാണെങ്കിലും ഒരു ചേഞ്ച് ഉണ്ട്, ഒരു തണുപ്പ് കൂടുതലാണ്. അപ്പോൾ തണുപ്പ് കൂടുതൽ വരുമ്പോൾ സ്വാഭാവിക ശ്വസന സംബന്ധമായ അസുഖങ്ങൾ, പനി, ശ്വാസം മുട്ടൽ അതൊക്കെ വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല നല്ല പൊടിയും ഒക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു നല്ല ഇഷ്യൂ ഉണ്ട്. കാര്യം എല്ലാവരും ഈ 24 hours നിൽക്കുകയാണ്. അപ്പോൾ അയ്യപ്പ നല്ല തിരക്കുള്ള സമയമാണെങ്കിലും പോലീസുകാരാണെങ്കിലും അയ്യപ്പ എല്ലാവരും ഈ ഒരു തണുപ്പ് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റീം ഇൻഹലേഷനും നമ്മുടെ ആയുർവേദ മരുന്നുകൾ, പലതരത്തിലുള്ള മരുന്നുകൾ കൊടുക്കുകയും ഈ വീണ്ടും പനികൾ കുറയ്ക്കാനായിട്ട് പ്രതിരോധ രീതിയിലുള്ള മരുന്നുകൾ കൊടുക്കുകയും പനി വരുന്നവർക്ക് ഭേദമാക്കാനുള്ള മരുന്നുകൾ കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ചെയ്തു വരുന്നത്. ഈ മസിൽസ് ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ അവർക്ക് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ തിരിച്ച് മല ഇറങ്ങുന്ന സമയത്തൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അത്തരം ആളുകളോട് ഇങ്ങനെ എന്തെങ്കിലും വലിയ തരത്തിൽ ഇഞ്ചുറി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് പറയാനുള്ളത്? നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ചികിത്സയായിട്ട് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും. നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഈ മസിൽ ക്രാംസ് ആണ്. ഈ മല ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ മല കയറാനുണ്ട്. അപ്പോൾ മല കയറി കഴിയുമ്പോൾ നല്ല ആരോഗ്യമുള്ള ആളാണെങ്കിൽ പോലും അവർക്ക് ഈ നമ്മുടെ തൈ മസിലൊക്കെ മസിൽ പിടിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് കേസ് വരുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സ്പോർട്സ് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടുള്ള ചികിത്സകളും ട്രീറ്റ്മെൻറ്റും പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, മസിൽ റിലീസിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു പ്രധാന കാര്യം, നമ്മൾ മല കയറുമ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പം എല്ലാം നമ്മൾ കയറുന്ന സാവധാനം കയറുക, വെള്ളം നന്നായി കുടിക്കുക. വെള്ളം കുടിക്കുന്നതനുസരിച്ച് നമ്മൾ ഹൈഡ്രേഷൻ വരുന്നതനുസരിച്ച് നമുക്ക് ക്രാംസ് കുറയും. അപ്പോൾ വെള്ളം നന്നായി കുടിക്കുക. ഇപ്പം ദേവസ്വം ബോർഡാണെങ്കിലും കൃത്യമായിട്ട് വെള്ളം എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വെള്ളവും ആഹാരം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് വെള്ളം നന്നായി കുടിക്കുക, പതുക്കെ കയറുക, ഒരുപാട് സ്ട്രെയിൻ എടുക്കാതിരിക്കുക. അപ്പോൾ മല ഒറ്റയടിക്ക് ഓടി കയറുക അങ്ങനെയൊന്നും വിചാരിക്കരുത്. അതിപ്പോൾ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ കാർഡിയാക് പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ നമ്മുടെ ഒരു ആരോഗ്യം അനുസരിച്ച് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ സാവധാനം മല കയറുക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ 24 മണിക്കൂർ നമ്മളുടെ ഹോസ്പിറ്റലുണ്ട്, തീർച്ചയായിട്ടും വരാവുന്നതാണെന്നുള്ളതാണ് പറയാനുള്ളത്. ചെറിയ ഇഞ്ചുറികൾ അത് വലുതാക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സന്നിധാനത്തുള്ള ഇത്തരത്തിലുള്ള ഈ ഗവൺമെൻറ് ആശുപത്രിയുടെ എല്ലാ സേവനങ്ങളും പ്രയോജനപ്പെടുത്താനാകണം എല്ലാ ഭക്തന്മാർക്കും, ഒപ്പം തന്നെ ഇവിടെയുള്ള ജീവനക്കാർക്കും. ഏതായാലും നിങ്ങളും ഇത്തരത്തിൽ ശബരിമലയിൽ സന്നിധാനത്ത് എത്തുകയാണെങ്കിൽ ഇത് ഒരു വലിയ ആശ്വാസമായി തന്നെ 24 മണിക്കൂറും ഇവിടെ ഉണ്ടാകും.